സ്വാമിമല സ്വാമിനാഥ സ്വാമി ക്ഷേത്രം തഞ്ചാവൂർ ജില്ലയിലെ കുംഭകോണത്ത് നിന്നും ഏകദേശം 5 കിലോമീറ്റർ ദൂരെയായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ്. മുരുകന്റെ 6 പടൈ വീടുകളിൽ 4ാമത്തെ പടൈ വീടായ സ്വാമിനാഥ സ്വാമി ക്ഷേത്രം. ഇവിടെയാണ് പിതാവായ പരമശിവന് മുരുകൻ ഓം എന്ന പ്രണവ മന്ത്രത്തിന്റെ അർത്ഥം ഉപദേശിച്ചു നൽകിയത്. ജഗദ്ഗുരുവായ പരമശിവന് ഓം എന്ന പ്രണവ മന്ത്രത്തിന്റെ അർത്ഥം അറിയാത്തത് കൊണ്ടല്ല, എങ്കിലും ഗുരുമുഖത്ത് നിന്നെന്ന പോലെയാണ് സ്വാമി മുരുകനിൽ നിന്നും പ്രണവമന്ത്രത്തിന്റെ ഉപദേശം സ്വീകരിച്ചത്. സ്വാമിക്ക് പ്രണവമന്ത്രത്തിന്റെ ഉപദേശം നൽകിയതിനാൽ മുരുകന് ഇവിടെ സ്വാമിനാഥ സ്വാമി എന്ന പേര് ലഭിച്ചു. ഇനി നമുക്ക് സ്വാമിമല സ്വാമിനാഥ സ്വാമി ക്ഷേത്രത്തിനെ കുറിച്ചുള്ള വിശദമായ വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവർക്കും റിച്ച് ഇന്ത്യൻ കൾച്ചറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. തഞ്ചാവൂർ ജില്ലയിൽ കുംഭകോണത്തിന് സമീപം കാവേരി നദിയുടെ കൈവഴിയുടെ തീരത്താണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. സംഘകാലം മുതൽ നിലനിന്നിരുന്നതായി കരുതുന്ന ഈ ക്ഷേത്രം പരാന്തക ചോഴൻ 1 പുനർനിർമ്മിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. ശൂരപത്മാസുരനെ വധിക്കുന്നതിനു വേണ്ടി മുരുകൻ സേനാംഗങ്ങളുമായി തങ്ങിയിരുന്ന 6 പുണ്യസ്ഥലങ്ങളെയാണ് 6 പടൈ വീടുകൾ എന്നറിയപ്പെടുന്നത്. അതിൽ ആദ്യത്തെ പടൈ വീട് തിരുപ്പുറം കുണ്ട്രം, 2ാമത്തേത് തിരുച്ചെന്തൂർ, 3ാമത്തേത് പഴനി, 4ാമത്തേത് സ്വാമിമല, 5ാമത്തേത് തിരുത്തണി, 6ാമത്തേത് പഴമുതിർച്ചോല എന്നിവിടങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. 4ാമത്തെ പടൈ വീടായ സ്വാമിമലയിൽ മുരുകന് സ്വാമിനാഥ സ്വാമി എന്ന പേര് ലഭിച്ചതിന് പിന്നിലെ ഐതിഹ്യം ഇതാണ്. സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് ഒരിക്കൽ മഹാദേവനെ സന്ദർശിക്കാനായി കൈലാസത്തിലെത്തി. എന്നാൽ ശിവപുത്രനായ മുരുകനോട് ബ്രഹ്മാവ് അനാദരവ് കാണിച്ചു. ബ്രഹ്മാവിന്റെ പെരുമാറ്റത്തിൽ കോപിഷ്ഠനായ മുരുകൻ ബ്രഹ്മാവിനോട് സൃഷ്ടിയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിച്ചു. സൃഷ്ടികർമ്മം നിർവഹിക്കുന്നതിന് വേദങ്ങൾ സഹായകരമാണെന്ന് ബ്രഹ്മാവ് അറിയിച്ചു. തുടർന്ന് വേദങ്ങൾ ചൊല്ലാൻ മുരുകൻ ബ്രഹ്മാവിനോട് ആവശ്യപ്പെട്ടു. ബ്രഹ്മാവ് ഓം എന്ന പ്രണവ മന്ത്രത്തോടെ വേദങ്ങൾ ചൊല്ലാൻ ആരംഭിച്ചു. ഉടൻ തന്നെ മുരുകൻ പ്രണവമന്ത്രമായ ഓം എന്നതിന്റെ അർത്ഥം വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടു. ബാലനായ മുരുകനിൽ നിന്നും ബ്രഹ്മാവ് അത്തരമൊരു ചോദ്യം പ്രതീക്ഷിച്ചിരുന്നില്ല. ഉത്തരം മുട്ടിയ ബ്രഹ്മാവിനെ മുരുകൻ തടങ്കലിലാക്കി. ദേവന്മാർ ബ്രഹ്മാവിനെ മോചിപ്പിക്കാൻ പല വഴികളും നോക്കി, എന്നാൽ എല്ലാം പരാജയപ്പെട്ടു. ദേവന്മാർ എത്ര അപേക്ഷിച്ചിട്ടും മുരുകൻ ബ്രഹ്മാവിനെ മോചിപ്പിക്കാൻ തയ്യാറായില്ല. ഒടുവിൽ സാക്ഷാൽ മഹാദേവൻ മുരുകനോട് ബ്രഹ്മാവിനെ മോചിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. പിതാവിന്റെ ആവശ്യപ്രകാരം മുരുകൻ ബ്രഹ്മാവിനെ മോചിപ്പിച്ചു. അതിനുശേഷം മഹാദേവൻ പ്രണവമന്ത്രത്തിന്റെ അർത്ഥം വിശദീകരിക്കാൻ മുരുകനോട് ആവശ്യപ്പെട്ടു. മുരുകൻ തികഞ്ഞ ഒരു തത്വജ്ഞാനിയെ പോലെ പിതാവിന്റെ ചെവിയിൽ പ്രണവമന്ത്ര പൊരുൾ ഉപദേശിച്ചു. ജഗദ്ഗുരുവായ സ്വാമി പുത്രനിൽ നിന്നും ഉപദേശം സ്വീകരിച്ചു. അങ്ങനെ ഒരു സ്ഥാനത്ത് നിന്ന് മഹാദേവന് ഉപദേശം നൽകിയതിനാൽ മുരുകന് സ്വാമിനാഥ സ്വാമി എന്ന പേര് ലഭിച്ചു. ഭൃഗു മഹർഷിയുടെ ശാപത്താൽ ബ്രഹ്മജ്ഞാനം മറന്നുപോയ മഹാദേവൻ സ്വാമിമലയിൽ വെച്ച് മുരുകനിൽ നിന്നും ജ്ഞാനം സ്വീകരിച്ചു എന്ന മറ്റൊരു ഐതിഹ്യവും നിലവിലുണ്ട്. എന്നാൽ ഇതെല്ലാം ജഗദ്ഗുരുവായ മഹാദേവൻ പുത്രനായ മുരുകനിലൂടെ ലോകത്തിന് നൽകിയ ഉപദേശങ്ങളാണെന്നതാണ് വാസ്തവം. സ്വാമിനാഥ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് 60 അടി ഉയരമുള്ള ഒരു ചെറിയ മലയ്ക്ക് മുകളിലാണ്. ഈ മല പ്രത്യേകമായി നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത്. 60 പടികൾ കയറി വേണം പ്രധാന പ്രതിഷ്ഠയായ സ്വാമിനാഥ സ്വാമിക്ക് മുന്നിലെത്തേണ്ടത്. ഈ 60 പടികൾ 60 തമിഴ് വർഷങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. 60 തമിഴ് വർഷങ്ങളുടെയും പേരുകൾ ഓരോ പടിയുടെയും വശത്തായി എഴുതി വെച്ചിട്ടുണ്ട്. സ്വാമി ദർശനത്തിനായി കയറുന്ന ഈ 60 പടികൾക്ക് തമിഴ് പുതുവത്സര ദിനത്തിൽ പടി പൂജ ചെയ്യാറുണ്ട്. ക്ഷേത്രത്തിന് 3 ഗോപുരങ്ങളും 3 പ്രകാരങ്ങളുമുണ്ട്. ഇവിടെ ശിവനും പാർവതിയും സുന്ദരേശ്വരരായും മീനാക്ഷിയായും ദർശനം നൽകുന്നു. കൂടാതെ വിനായകൻ, ദുർഗ, ചണ്ഡികേശ്വരൻ, ദക്ഷിണാമൂർത്തി, നവഗ്രഹ സന്നിധി എന്നിങ്ങനെ വേറെയും സന്നിധികളുണ്ട്. സ്വാമിമലയിൽ മുരുകനെ 2 രീതിയിൽ ദർശിക്കാം. ഭസ്മാഭിഷേക സമയത്ത് ഭഗവാൻ പക്വതയാർന്ന ഒരു ജ്ഞാനിയെ പോലെയും ചന്ദനാഭിഷേക സമയത്ത് അതീവ ഹൃദ്യമായ രൂപത്തിൽ ബാലസുബ്രഹ്മണ്യനായും ദർശനം നൽകുന്നു. 6 അടി ഉയരമുണ്ട് ഭഗവാന്റെ രൂപത്തിന്. ഗർഭഗൃഹത്തിൽ ഭഗവാൻ നിൽക്കുന്ന സ്ഥലം ശിവലിംഗ പീഠത്തിന് മുകളിലുള്ള ഭാഗമായും
ഭഗവാൻ സ്വയം ശിവലിംഗമായും കാണപ്പെടുന്നതായാണ് പറയുന്നത്. ഇതിനു പിന്നിലുള്ള തത്വം ശിവനും മുരുകനും രണ്ടല്ല ഒന്നാണ് എന്നതാണ്. ഓരോ പൂജാവേളയിലും സ്വാമിനാഥ സ്വാമിക്ക് അഭിഷേകം, അലങ്കാരം, നിവേദ്യം, ദീപാരാധന എന്നിവയുണ്ടാകും. അരുണഗിരിനാഥരും നക്കീരരും സ്തുതിച്ചു പാടിയ സ്ഥലമാണ് സ്വാമിമല. മുരുകന്റെ വജ്രവേൽ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നീ ദൈവിക ശക്തികളെ പ്രതിനിധാനം ചെയ്യുന്നു. കുംഭകോണത്തെ സപ്തസ്ഥാന ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് സ്വാമിമല സ്വാമിനാഥ സ്വാമി ക്ഷേത്രം. 7 ക്ഷേത്രങ്ങളുടെ ഒരു കൂട്ടമാണ് സപ്തസ്ഥാന ക്ഷേത്രങ്ങൾ. തമിഴ്നാട്ടിൽ പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് തഞ്ചാവൂർ ജില്ലയിലും പരിസരങ്ങളിലുമായി ഇത്തരം ക്ഷേത്രങ്ങൾ നമുക്ക് കാണാം. ഈ ക്ഷേത്രത്തിൽ മുരുകന്റെ വാഹനമായ മയിലിനു പകരം ആനയെയാണ് കാണാൻ സാധിക്കുന്നത്. ഹരികേശൻ എന്ന അസുരനെ നിഗ്രഹിക്കാൻ സഹായിച്ചതിന് ഇന്ദ്രൻ മുരുകന് നൽകിയ സമ്മാനമാണ് ഈ ആന എന്നാണ് വിശ്വാസം. ആഗമ വിധി പ്രകാരമുള്ള 6 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്. എല്ലാ മാസവും മുരുകന് വിശേഷ ദിനമായ കൃത്തികൈ വളരെ വിപുലമായി ആഘോഷിക്കാറുണ്ട്. ഇത് കൂടാതെ വൈകാശി വിശാഖം, തേരുത്സവം, സ്കന്ദഷഷ്ഠി, തൃക്കാർത്തിക, തൈപ്പൂയം, പങ്കുനി ഉത്രം എന്നിങ്ങനെ നിരവധി ഉത്സവങ്ങളും ഇവിടെ ആഘോഷിക്കുന്നുണ്ട്. ക്ഷേത്രം രാവിലെ 6 മണി മുതൽ 1 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ 9 മണി വരെയുമാണ് തുറന്നിരിക്കുന്നത്. ചെന്നൈയിൽ നിന്നും ഏകദേശം 290 കിലോമീറ്റർ ദൂരമുണ്ടാകും ക്ഷേത്രത്തിലേക്ക്. തമിഴ്നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് ബസ് സൗകര്യമുണ്ട്. കുംഭകോണം റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും അടുത്തുള്ളത്. ഏകദേശം 90 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന തിരുച്ചിറപ്പള്ളിയിലാണ് ഏറ്റവും അടുത്ത എയർപോർട്ട്. സന്തോഷകരമായ വിവാഹ ജീവിതം, സന്താന സൗഭാഗ്യം, കുടുംബ അഭിവൃദ്ധി, ഉയർന്ന വിദ്യാഭ്യാസം, ജോലി എന്നിവ നേടാനായി നിരവധി പേർ സ്വാമിനാഥ സ്വാമിയുടെ അനുഗ്രഹം തേടി സ്വാമിമലയിൽ എത്താറുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.